ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയായ ഫലൂദൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനു വേണ്ടി ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പാന് ചൂടാകുമ്പോൾ അതിലേക്ക് 1.5 സ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഞാനിതാ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റോസ്റ്റഡ് സേമിയ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യമായ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാട്ടോ. അപ്പം ഞാൻ ഇത്ര പോരം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് കുക്കാവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കസ്റ്റർഡ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിതാ ഒരു 3 സ്പൂണ് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ച സേമി ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. സേമി നല്ലോണം വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ സേമിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഷുഗർ ആണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ നമ്മൾ നേരത്തെ കസ്റ്റർഡ് മിക്സ് ഉണ്ടാക്കി വെച്ചില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് കുറച്ച് നേരം നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ സംഭവം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാനും വേണ്ടിയിട്ട് ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചൂടോടുകൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടെ, അപ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിത് തണുപ്പിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. ഇത് ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനു വേണ്ടി ഞാനിതാ ഓരോ ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റർഡ് സേമിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഞാനിതാ ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചെറിയും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാനും കൂടെ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.